ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഫൈനൽ പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ കൊറോഷനെ പറ്റി പഠിച്ചു. കൊറോഷൻ എന്താണ്, ഗാൽവാനിക് സീരീസ് എന്താണെന്നൊക്കെ പഠിച്ചു. ഇനി നമുക്ക് കൊറോഷൻ പ്രിവെൻഷനെ പറ്റി നോക്കാം. First is cathodic protection. Cathodic protection is a method of preventing a metal object from corrosion. ഒരു മെറ്റൽ ഒബ്ജക്റ്റിനെ കൊറോഷനിൽ നിന്ന് തടയുന്നതിനാണ് നമ്മൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും അറിയാം, ആനോഡിനാണ് കൊറോഷൻ സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആനോഡിന് ആണ് കൊറോഷൻ സംഭവിക്കുന്നത്. Cathodic protection is a electrochemical process in which the metal which is protected is forced to act as cathode. അപ്പം നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ഏതൊരു മെറ്റലിനെയാണോ സേഫ് ആക്കേണ്ടത്, കൊറോഷനിൽ നിന്ന് സേഫ് ആക്കേണ്ടത്, ആ മെറ്റലിനെ കൺവേർട്ട് ചെയ്ത് കാഥോഡാക്കി മാറ്റുക. A metal surface buried or immersed can contain anodic and cathodic areas. Corrosion occurs only in the anodic area. Therefore, the entire surface of the metal can be turned into a cathode. Then the corrosion can be prevented. അതായത് നമുക്കിപ്പോൾ പ്രിവെൻറ്റ് ചെയ്യേണ്ട മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്ത് കാഥോഡാക്കി മാറ്റി കൊറോഷനിൽ നിന്ന് തടയാം. അതായത് കൊറോഷൻ എപ്പോഴും ആനോഡിക് ഏരിയയിലാണ് ഒക്കർ ചെയ്യുന്നത്. Therefore, the entire surface of the metal can be turned into a cathode. By doing this, we can protect that metal from corrosion because cathode does not undergo corrosion. ഇതാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കാഥോഡിക് പ്രൊട്ടക്ഷനിലെ രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ് ഉപയോഗിക്കാം. സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻ. ഓക്കെ, സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻ. വാട്ട് ഈസ് മീൻ ബൈ സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ? സാക്രിഫൈസ് ചെയ്യുക. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ദ മെറ്റൽ ടു ബി പ്രൊട്ടക്റ്റഡ് ഈസ് കണക്റ്റഡ് ബൈ എ വയർ ടു എ മോർ ആനോഡിക് ഓർ ആക്റ്റീവ് മെറ്റൽ. അതായത് ഈ ഒരു മെത്തേഡിൽ നമ്മുടെ മെറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മെറ്റലിനെ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് മോർ ആനോഡിക് മെറ്റലുമായിട്ട് ഈ വയർ കണക്ട് ചെയ്യും. Then the more active metal will undergo corrosion and the cathode remains protected. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മെറ്റലിനെ കാട്ടിയും ആനോഡിക് ആയിട്ടുള്ള ഒരു മെറ്റലിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മോർ ആനോഡിക് ആയ മെറ്റലിനെ ആദ്യം കൊറോഷൻ സംഭവിക്കത്തുള്ളൂ. നമുക്ക് സേഫ് ആക്കേണ്ട മെറ്റൽ കൺവേർട്ട് ചെയ്ത് കാഥോഡ് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ അയൺ പൈപ്പുകൾ, മണ്ണിന് അടിയിലൊക്കെ കിടക്കുന്ന അയൺ പൈപ്പുകളിലെ അയണിനെ കൊറോഷനിൽ നിന്ന് തടയണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ട് മഗ്നീഷ്യമോ സിങ്കോ ഒക്കെ എന്ത് ചെയ്യും, അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ അയണിനെക്കാട്ടിയും കൊറോഷൻ ടെൻഡൻസി കൂടുതൽ ഈ സിങ്കിനും മഗ്നീഷ്യത്തിനും ഒക്കെയാണ്. സോ ആദ്യം കൊറോഡ് ആവുന്നത് ഇവരായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ അയൺ കൺവേർട്ട് ചെയ്ത് കാഥോഡായിട്ട് മാറും. ദാറ്റ് ഈസ് സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ. ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഈ ഒരു മെറ്റലിനെയാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു മെറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്ത് മോർ ആനോഡിക് മെറ്റലിനെ കൊണ്ടുവയ്ക്കുന്നു. ഇവിടെ ഞാൻ മഗ്നീഷ്യമാണ് എടുത്തേക്കുന്നത്. സോ കൊറോഷൻ ആദ്യം മഗ്നീഷ്യത്തിനെ സംഭവിക്കത്തുള്ളൂ. ഇത് കൊറോഡ് ചെയ്ത് നശിച്ചാൽ മാത്രമേ ഈ ഒരു മെറ്റലിനെ അത് അഫക്റ്റ് ചെയ്യത്തുള്ളൂ, കൊറോഷൻ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് കൊറോഷൻ ഒരു സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നശിച്ച് തീരാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കും. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാം. Then second method is impressed current method. In this method, an impressed current is applied in the opposite direction to nullify the corrosion current. Corrosion ഉണ്ടാവണമെങ്കിൽ കൊറോഷൻ കറണ്ട് ഉണ്ടായിരിക്കണം. ആ കൊറോഷൻ കറണ്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മെറ്റൽ എന്ത് ചെയ്യും, ആനോഡിൽ നിന്ന് കാഥോഡായിട്ട് കൺവേർട്ട് ചെയ്യും. The impressed current required can be obtained from a battery with an insoluble anode made of graphite or high silica iron. This method is used for the protection of open water box, coolers, water tanks, etc. We can use these methods in open water box, coolers, water tanks, etc. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാറ്ററി വെച്ചിട്ട് ഒരു കണക്ട് ചെയ്ത് വെക്കും. ആനോഡ് ആയിട്ട് ഗ്രാഫൈറ്റോ സിലിക്കയോ ഒക്കെ എടുത്തിട്ട് അതിനകത്തൂടെ ഒരു ഇംപ്രസ്ഡ് കറണ്ട് പാസ് ചെയ്യിക്കും. അപ്പം ഈ കൊറോഷൻ കറണ്ടിനെ നള്ളിഫൈ ചെയ്ത് കളയാനായിട്ട് ഈ ഇംപ്രസ്ഡ് കറണ്ടിന് കഴിയും. സോ വി ക്യാൻ സേവ് our metal from corrosion. That is impressed current method. മറ്റേ മെത്തേഡ് എന്തായിരുന്നു, സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡ്.
ഇതാണ് ഫിഗർ. അപ്പോൾ എക്സാമിന് നമ്മൾ ഫിഗർ വരയ്ക്കണം. ഫിഗറിന് മാർക്കുണ്ട്. ഈ ഒരു മെറ്റലിനെ നമ്മൾ ഗ്രാഫൈറ്റ്, ആനോഡ് ഗ്രാഫൈറ്റ് വെച്ചിട്ട് ഇവിടെ നിന്നൊരു സോഴ്സിൽ നിന്ന് ഇംപ്രസ്ഡ് കറണ്ട് കൊടുക്കുകയും ഈ ഒരു പൈപ്പിലെ കൊറോഷൻ കറണ്ട് നള്ളിഫൈ ചെയ്ത് പോവുകയും നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷനും ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷന് എക്സ്ട്രാ പവർ സപ്ലൈ ഒന്നും വേണ്ട. നമ്മളൊരു ആനോഡിനെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ആണെങ്കിലോ പവർ സപ്ലൈ വേണം. എക്കണോമിക്കലി ഫോർ ഷോർട്ട് ടേം പ്രൊട്ടക്ഷൻ, സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡ് ഒരു ഷോർട്ട് ടേം പ്രൊട്ടക്ഷൻ ആണ്. കാരണം ആ ആനോഡ് ഇല്ലാതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മോർ സ്യൂട്ടബിൾ ഫോർ ലോങ് ടേം പ്രൊട്ടക്ഷൻ ആണ് ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, ഇവിടെ ഹൈ ഇൻവെസ്റ്റ്മെന്റ് വേണം. ദെൻ സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ട്സ് റിക്വയർസ് പീരിയോഡിക്കൽ റീപ്ലേസ്മെന്റ്. ആ ആനോഡ് നശിച്ചു പോകുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ബട്ട് ഹിയർ ആനോഡ്സ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് ഡു നോട്ട് കൊറോഡ്. ആനോഡ്സ് സ്റ്റേബിൾ ആണ്, എന്ത് ചെയ്യത്തില്ല? കൊറോഡ് ചെയ്യത്തില്ല. suitable when current requirement and resistivity of electrolyte are relatively low. current requirementഉം റെസിസ്റ്റിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റും ഒക്കെ ഇവിടെ വളരെ കുറവാണ്. പക്ഷെ ഇവിടെ സ്യൂട്ടബിൾ കറണ്ട് റിക്വയർമെൻറ്റും വേണം, റെസിസ്റ്റിവിറ്റി ഇലക്ട്രോലൈറ്റും ഒക്കെ എന്താണ്? ഹൈ ആണ്. ഇതാണ് കമ്പാരിസൺ ഓഫ് സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ വിത്ത് ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻ. ദെൻ അത്രയാണ് നമ്മുടെ കാഥോഡിക് പ്രൊട്ടക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. Electroplating is a process by which the coating metal is deposited on the base metal by passing a direct current through an electrolytic solution containing soluble salt of the coating material. അതായത് ഒരു മെറ്റലിന്റെ മുകളിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നു. എന്തിന്റെ പ്രസൻസിൽ? കറണ്ടിന്റെ പ്രസൻസിൽ. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നമുക്കറിയാം, ഇപ്പോൾ ഗോൾഡ് കോട്ട് ചെയ്ത ആഭരണങ്ങളുണ്ട്. അപ്പോൾ കോപ്പറിന്റെ മുകളിൽ ഗോൾഡിനെ കോട്ട് ചെയ്യാണ് ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ദെൻ വാട്ട് ഈസ് ദ തിയറി ബിഹൈൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്? The object to be plated is the cathode and of electrolytic cell, and the anode is either the plating metal or inert metal of good electrical conductivity like graphite. അതായത് പ്ലേറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ കാഥോഡായിട്ടും ആനോഡ് എന്ന് പറയുന്നത് പ്ലേറ്റിംഗ് മെറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇനേർട്ട് മെറ്റീരിയൽ വിത്ത് ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയോ ആയിരിക്കും. The electrolyte is a soluble salt solution of the coating material. Coating materialന്റെ ഒരു salt solution ആയിരിക്കും അവിടുത്തെ electrolyte. When DC current is passed through the electrolyte, electrolysis occurs and metal is coated on the surface of the solution. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ടെണ്ണം എടുത്തു വയ്ക്കും, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് ഇറക്കി വയ്ക്കും, എന്നിട്ട് അതിനകത്തൂടെ DC കറണ്ട് പാസ് ചെയ്യിക്കും. അപ്പോൾ നമുക്ക് ഈ മെറ്റലിന്റെ മുകളിൽ മറ്റേ മെറ്റൽ എന്തായി കിട്ടും? കോട്ടായി കിട്ടും. This process is called electroplating. Electroplating is a process by which the coating material is deposited on the base of metal by passing a direct current through an electrolytic solution containing soluble salt of the coating material. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് soluble salt of the coating material ആണ്. Then objectives. എന്തിനാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്? To improve corrosion resistance. Corrosion resistance improve ചെയ്യാൻ, to increase chemical attack and wear resistance, to enhance physical appearance and hardness. Hardnessും appearanceും ഒക്കെ കൂട്ടാൻ, to improve surface properties. Surface properties improve ചെയ്യാൻ, to increase decorative and commercial value. Decorative items-നും commercial value increase ചെയ്യാനും ഒക്കെ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യാം. To improve corrosion resistance, to increase chemical attack and wear resistance, to enhance physical appearance and hardness, to improve surface properties, to increase decorative and commercial value. These are the objectives of electroplating. Then, copper electroplating. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് copper electroplating. The article to be plated is clean to remove oil, grease and surface impurities. അപ്പോൾ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ്, കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗിൻ്റെ സ്റ്റെപ്പുകളാണ് നോക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു മെറ്റലിൻ്റെ മുകളിൽ കോപ്പറിനെ പ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ആ മെറ്റലിനെ ആദ്യം എന്ത് ചെയ്യണം? അതിലുള്ള ഓയിൽ, ഗ്രീസ്, സർഫസ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി അതിനെ ക്ലീൻ ചെയ്യുക. ഒന്നുകിൽ ആസിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ബേസ് ഉപയോഗിച്ച് ആ ഒരു
ഇമ്പ്യൂരിറ്റീസിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ദ ക്ലീൻഡ് ആർട്ടിക്കിൾ ഈസ് ദെൻ മെയ്ഡ് ആസ് കാഥോഡ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇങ്ങനെ ക്ലീൻ ചെയ്ത ആർട്ടിക്കിൾ ആണ് ഇവിടുത്തെ കാഥോഡ്. പ്യുവർ കോപ്പർ മെറ്റൽ റോഡ് ഈസ് ടേക്കൺ ആസ് ആനോഡ്. പ്യുവർ കോപ്പർ മെറ്റൽ റോഡാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. കോപ്പർ ആണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യേണ്ടത്. Both the electrodes are dipped in copper sulfate solution. DC current is passed through the electrolytic solution. Electrolysis occurs and Cu2 plus move towards cathode and get deposited there. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യിക്കുക. കറണ്ട് പാസ് ചെയ്യിക്കുമ്പോൾ ഈ സൊല്യൂഷനിലുള്ള Cu2 പ്ലസ് എന്ത് ചെയ്യും, കാഥോഡിനടുത്തേക്ക് വരികയും അത് അവിടെ ഡിപ്പോസിറ്റ് ആവുകയും ചെയ്യും. അതായത് കോപ്പറെ കോട്ട് ആവുകയും ചെയ്യും. ഈ പ്രോസസ്സാണ് കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദ ക്ലീൻഡ് ആർട്ടിക്കിൾ ഈസ് ദെൻ മെയ്ഡ് ആസ് കാഥോഡ് ഓഫ് ദ ഇലക്ട്രോലൈറ്റിക് സെൽ. Pure copper metal rod is taken as anode. Both the electrodes are dipped in copper sulfate solution. DC current is passed through the electrolyte. Electrolysis occurs and Cu2 plus move towards the cathode and get deposited there. ഓക്കെ, അതാണ് കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ ഇവിടെ ആനോഡിൽ നടക്കുന്ന ഇക്വേഷൻ നോക്കിയേ. Cu gives Cu2 plus plus 2 ഇലക്ട്രോൺ. ഈ Cu2 plus plus 2 ഇലക്ട്രോൺ gives Cu. ഓക്കെ, തിരിച്ചും മറിച്ചുമാണ് ഇവിടുത്തെ ഇക്വേഷൻ നടക്കുന്നത്, ആനോഡും കാഥോഡും. ആനോഡ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആൻഡ് കാഥോഡ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. അതായത് ഈ ഒരു സ്പൂണിനകത്തോട്ടാണ് കോപ്പർ കോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോപ്പർ ആനോഡായിട്ട് എടുക്കുക, ഇവിടെ കാഥോഡായിട്ട് ഈ ഒരു മെറ്റീരിയൽ എടുക്കുക. ദെൻ ഇതിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. ഈ സൊല്യൂഷനിലെ കോപ്പർ വന്നിട്ട് ഈ ഒരു മെറ്റൽ സ്പൂണിൽ എന്ത് ചെയ്യും, ഡിപ്പോസിറ്റ് ആവും. ഇതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ്. Steel articles used in automobile industries are generally given 3 successive coating of copper, nickel and chromium. This is done for corrosion protection and to impart shining and clear metal appearance. അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ആർട്ടിക്കിൾസ് കോപ്പർ, നിക്കൽ, ക്രോമിയം ഒക്കെ കോട്ട് ചെയ്യാറുണ്ട്. ഷൈനിങ്ങും ക്ലിയർ മെറ്റൽ അപ്പിയറൻസും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. Copper electroplating is used in decorative items, kitchenwares, jewelry, etc. to enhance aesthetic appearance. അപ്പോൾ aesthetic appearanceന് വേണ്ടിയിട്ട് ഡെക്കറേറ്റീവ് ഐറ്റംസിലും കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കോപ്പർ ഇലക്ട്രോപ്ലേറ്റിങ്ങും അതിൻ്റെ ആപ്ലിക്കേഷൻസും വരുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് പ്രോസസ്സാണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലേറ്റിംഗ് ആയിരുന്നു. ഇനി ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് മെറ്റലുകൾ കോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെറ്റൽ അല്ലാതെ നോൺ മെറ്റൽസും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് ഈസ് ദ കെമിക്കൽ ഓട്ടോകാറ്റലിറ്റിക് മെറ്റൽ കോട്ടിംഗ് പ്രോസസ് വിത്തൗട്ട് യൂസിങ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെയുള്ള കോട്ടിങ്. Principle. In this process, metal piece which is to be plated is immersed in a mixture of reducing agent and a complex compound. ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. നമ്മളൊരു മെറ്റലിനെ എന്ത് ചെയ്യുക, ഏതിനകത്താണോ ഏത് വെച്ചാണോ കോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ബാത്ത് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് റെഡ്യൂസിങ് ഏജൻറ്റും കോംപ്ലക്സ് കോമ്പൗണ്ട്സുകളും ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് വരിക്കുക. ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡിപ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് കോട്ടിംഗ്. അപ്പോൾ ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിനകത്ത് കോട്ട് ചെയ്യും. ബൈ എ കൺട്രോൾഡ് കെമിക്കൽ റിഡക്ഷൻ. ഈ ഒരു റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ കൺട്രോൾഡ് കെമിക്കൽ റിഡക്ഷൻ വഴി ഈ ഒരു മെറ്റൽ ആ ഒരു സബ്സ്റ്റൻസിനകത്ത് കോട്ടാവും. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് പകരം യൂസ് ചെയ്യുന്നത് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് കോമ്പൗണ്ട്സും എല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. പ്രോസസ് ഓഫ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് സർഫസ് ടു ബി പ്ലേറ്റഡ്. പ്ലേറ്റ് ചെയ്യേണ്ട സർഫസിനെ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം വാഷ് ചെയ്യുക, ഇനി ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക. ആസിഡ് ട്രീറ്റ്മെൻറ്റ് വഴി ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഇച്ചിങ്. Then a thin layer of metal to be plated or any other suitable metal is coated with the surface of the object. ആദ്യം എന്ത് ചെയ്യുക, ഒരു തിൻ ലെയർ ഓഫ് മെറ്റൽ എന്ത് ചെയ്യുക, കോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന
പെയിന്റ് അടിക്കുക. പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രൈമർ അടിക്കും പോലെ ഒരു തിൻ ലെയർ ഓഫ് മെറ്റൽ ഇതിനകത്ത് കോട്ട് ചെയ്യുക. ദെൻ കെമിക്കൽ ട്രീറ്റ്മെന്റ്. ദ പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് ആൻഡ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് ആർ ട്രീറ്റഡ് വിത്ത് സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് പലേഡിയം ക്ലോറൈഡ്. ഇനി നമ്മൾ കോട്ട് ചെയ്യാൻ എടുക്കുന്ന സബ്സ്റ്റൻസ് പ്ലാസ്റ്റിക് ഒബ്ജക്ട്സോ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സോ ആണെങ്കിൽ ഈ പ്രോസസ്സിന് മുമ്പ് അവർ എന്ത് ചെയ്യുക, സ്റ്റാനസ് ക്ലോറൈഡോ പലേഡിയം ക്ലോറൈഡോ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുക. Then second procedure is preparation of bath. ഇത് ഡിപ്പ് ചെയ്ത് വയ്ക്കാനുള്ള ബാത്ത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കോപ്പർ ആണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ കോപ്പറിൻ്റെ ഒരു സാൾട്ട്, കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യുക. ദെൻ കോംപ്ലക്സിങ് ഏജൻസ് ലൈക്ക് EDTA, എത്തിലിൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ടാർട്ടാറേറ്റ് സിട്രേറ്റോ ഒക്കെ ആഡ് ചെയ്യുക. അതെന്തിനാണ്? പ്രിവെൻറ്റ് എക്സസ് ഡിപ്പോസിഷന് വേണ്ടിയിട്ടാണ്. കോംപ്ലക്സ് ആയി ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രധാനമായിട്ട് വേണ്ട ആൾ റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻ്റായ സോഡിയം തയോസൾഫേറ്റ്, ഫോർമാൽഡിഹൈഡ്, അത് നമ്മൾ എടുക്കുന്ന കെമിക്കലിനനുസരിച്ച് മാറും. ദെൻ ആക്സിലറേറ്റേഴ്സ് ലൈക്ക് സക്സിനേറ്റ്, ഗ്ലൈസിനേറ്റ്, ഫ്ലൂറൈഡ് എക്സെട്ര ടു ഇൻക്രീസ് ദ പ്ലേറ്റിംഗ് റേറ്റ്. ഇനി പ്ലേറ്റിംഗ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടൊക്കെ ആക്സിലറേറ്റേഴ്സിന് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റെബിലൈസേഴ്സ്, സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് കാൽഷ്യം അയോണോ ലെഡ് അയോണോ യൂറിയയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബഫർ സൊല്യൂഷൻസ് ലൈക്ക് റോച്ചില്ലി സാൾട്ട്, ബോറിക് ആസിഡ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാത്തിനകത്ത് ഏത് മെറ്റലിനെയാണോ കോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സാൾട്ട്, കോംപ്ലക്സിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്, ആക്സിലറേറ്റേഴ്സ്, സ്റ്റെബിലൈസേഴ്സ് ആൻഡ് ബഫർ സൊല്യൂഷൻ. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ. ആർട്ടിക്കിൾ ടു ബി പ്ലേറ്റഡ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ദ ബാത്ത്. ആ നമ്മൾ വൃത്തിയാക്കി എടുത്തിയ ആ ആർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുക, ആ സബ്സ്റ്റൻസിനെ നമ്മൾ ഈ ബാത്തിലോട്ട് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ആ ബാത്തിൽ ആരൊക്കെ ഉണ്ട്? മെറ്റൽ സാൾട്ട് ഉണ്ട്, റെഡ്യൂസിങ് ഏജൻ്റ് ഉണ്ട്, കോംപ്ലക്സിങ് ഏജൻ്റ് ഉണ്ട്, ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, സീരീസ് ഓഫ് റിയാക്ഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജൻറ്റിന് എന്ത് ചെയ്യും, ഈ മെറ്റൽ ആ ഒരു സബ്സ്ട്രേറ്റിനകത്ത് എന്ത് ചെയ്യും, കോട്ടായിക്കോളും വിത്തൗട്ട് യൂസിങ് ഇലക്ട്രിസിറ്റി. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. The plating is carried out in a series of tanks. The rate of deposition is controlled by the amount of reducing agent and type of the complexing agent. Okay, what are the advantages of this electroless plating? No electricity is required. പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി വേണ്ട. അതുപോലെ തന്നെ യൂണിഫോം കോട്ടിംഗ് പോസിബിൾ ആണ്. ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ പോലും, ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണെങ്കിൽ പോലും യൂണിഫോം ആയിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ദ ഡിപ്പോസിറ്റ്സ് ആർ മോർ കോമ്പാക്റ്റ് ആൻഡ് ഹൈലി അഡ്ഹറൻറ്റ്. നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിപ്പോസിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. നോ ഇലാബറേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആർ റിക്വയർഡ്. കോട്ടിംഗ് പ്രൊവൈഡ് better wear resistance. The coating is less porous and provide better corrosion resistance. നല്ല corrosion resistance നമുക്ക് തരുന്നുണ്ട്. Improved hardness and strength, strength and ductility. ഈ ഒരു പ്രോസസ്സ് വഴി ആ ഒരു ആർട്ടിക്കിളിൻ്റെ ഹാർഡ്നെസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഡക്റ്റിലിറ്റി വലിച്ചു നീട്ടാനുള്ള കഴിവിനെയാണ് ഡക്റ്റിലിറ്റി, അതും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. These all are the advantages of electroless plating. Okay. Then electroplating of copper പഠിച്ചതുപോലെ electroless plating of copper പഠിക്കാനുണ്ട്. It is used to deposit a layer of copper on the substrate without using electricity. The object which is to be plated is degreased using organic solvent followed by acid treatment. അപ്പോൾ നമുക്ക് ഒരു സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ കോപ്പർ കോട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ആ സബ്സ്ട്രേറ്റിനെ എന്ത് ചെയ്യണം, ഡീഗ്രീസ് ചെയ്യണം, ക്ലീൻ ആക്കണം. ദിസ് ഒബ്ജക്റ്റ് ഈസ് ദെൻ ഇമ്മേഴ്സ്ഡ് ഇൻ എ പ്ലേറ്റിംഗ് ബാത്ത് കണ്ടെയ്നിങ് കുപ്രിക് സാൾട്ട്, കോപ്പറിൻ്റെ സാൾട്ട്, ദെൻ റെഡ്യൂസിങ് ഏജൻറ്റ്, ബഫർ, കോംപ്ലക്സിങ് ഏജൻറ്റ്, ഇതിനകത്ത് എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് വയ്ക്കുക. സോളുബിൾ സാൾട്ട് ഓഫ് കോപ്പർ സൾഫേറ്റ്, ഇപ്പോൾ കുപ്രിക് സോൾട്ടായിട്ട് എടുക്കുന്നത് കോപ്പർ സൾഫേറ്റ്, റെഡ്യൂസിങ് ഏജൻ്റായിട്ട് എടുക്കുന്നത് ഫോർമാൽഡിഹൈഡ്, ബഫറായിട്ട് എടുക്കുന്നത് NaOH, കോംപ്ലക്സിങ് ഏജൻ്റായിട്ട് എടുക്കുന്നത് EDTA. ഓക്കെ, എന്നിട്ട് ഈ പ്രോസസ്സ് വഴി എന്ത് ചെയ്യും, ഈ കോപ്പർ ഈ മെറ്റീരിയലിൻ്റെ മുകളിൽ കോട്ടാവും. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് ഓഫ് കോപ്പർ. അപ്പോൾ ഇവിടെ എടുക്കുന്നത് എന്തൊക്കെയാണ്, കോപ്പർ സൾഫേറ്റ്, ദെൻ ബഫറായിട്ട് NaOH, റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഫോർമാൽഡിഹൈഡ്, കോംപ്ലക്സിങ് ഏജൻ്റായിട്ട് EDTA.
ഇപ്പോൾ ഇവിടെ കാഥോഡിൽ നടക്കുന്നത് Cu2+ 2 ഇലക്ട്രോൺ ഗീവ്സ് CO. ആനോഡിൽ നടക്കുന്നത് HCHO, ദാറ്റ് മീൻസ് ദ റെഡ്യൂസിങ് ഏജന്റ് ഫോർമാൽഡിഹൈഡ് പ്ലസ് 4OH- ഗീവ്സ് 2HCO- പ്ലസ് 2H2O പ്ലസ് H2+2 ഇലക്ട്രോൺ. അപ്പോൾ ആദ്യം ആനോഡിലെ ഫോർമാൽഡിഹൈഡ് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആ 2 ഇലക്ട്രോണിനെ കാഥോഡിലുള്ള കോപ്പർ സ്വീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ആഡ് ചെയ്ത് ഓവറാൾ റിയാക്ഷൻ എഴുതുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ എടുത്ത സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ കോപ്പർ എന്ത് ചെയ്യും? യൂണിഫോം ആയിട്ട് കോട്ടായി കിട്ടും വിത്തൗട്ട് യൂസിങ് ഇലക്ട്രിസിറ്റി. ദിസ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? കാഥോഡിക് പ്രൊട്ടക്ഷൻ, സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡ് ആൻഡ് ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡ്. ദെൻ വരുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തത് ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് കോപ്പർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോലെസ് പ്ലേറ്റിങ്ങിനെ പറ്റി ഒരു തിയറി പഠിച്ചു. ദെൻ ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് ഓഫ് കോപ്പർ നോക്കി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.